നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി 1 മാസം. മുന്നണികൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക്. കുന്നംകുളത്ത് BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. LDF പട്ടിക വൈകില്ല. UDFിലും ധാരണയാകുന്നു. പുന്നയൂർകുളത്ത് പ്രമുഖരായ 3 മുസ്ലിം ലീഗ് നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച CPMൽ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. തൃശൂർ ജില്ലയിൽ ആകെ പോളിംഗ് ബൂത്തുകൾ 3331. ഇതിൽ 26 ബൂത്തുകൾ പുതിയതായി രൂപീകരിച്ചവ. പുന്നയൂരിലും പുന്നയൂർകുളത്തും നിയന്ത്രണങ്ങൾ ലംഘിച്ച് വോട്ടിംഗിനായുള്ള ഹിയറിംഗ് നടപടിക്രമങ്ങൾ. ചാവക്കാട് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ DYFI STPI സംഘർഷം. DYFI പ്രവർത്തകന് കുത്തേറ്റു. 6 DYFI പ്രവർത്തകർക്കും 5 STPI പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്ക്. സംസ്ഥാനത്ത് കോവിഡിൽ ആശ്വാസം. രോഗികളുടെ എണ്ണം കുറയുന്നു. തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 3593 പേർക്ക്. 5983 പേർക്ക് രോഗമുക്തി. തൃശൂർ ജില്ലയിൽ 430 പേർക്ക് കൂടി കോവിഡ്. 904 പേർ രോഗമുക്തരായി. വാർത്തകൾ വിശദമായി. നാട്ടങ്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ ഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി 1 മാസം. ഡിസംബർ 10-ന് തൃശൂർ ജില്ല പുതിയ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വിധിയെഴുതും. കൊറോണയുടെ പശ്ചാത്തലത്തിൽ വീറുറ്റ പോരാട്ടത്തിന് സാധ്യതയില്ലെങ്കിലും 3 മുന്നണികളും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള യോഗങ്ങൾ 3 മുന്നണികളുടെ നേതൃത്വത്തിലും തകൃതിയായി പുരോഗമിക്കുകയാണ്. പലയിടത്തും BJP സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥികളെ ബുധനാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നറിയുന്നു. എന്നാൽ UDFിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും നീളുമെന്നാണ് വിവരം. KPCC നൽകിയ നിർദ്ദേശം പൂർണ്ണമായും പാലിച്ചായിരിക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. എന്നാൽ ചില ബ്ലോക്ക് ഡിവിഷനുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചൂണ്ടൽ ഡിവിഷനിൽ കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് സെക്രട്ടറി ബാലചന്ദ്രൻ പൂലോത്തിൻ്റെയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേച്ചേരി ഡിവിഷനിൽ മഹിളാ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഗിരിജ സുരേഷിൻ്റെയും, മറ്റം ഡിവിഷനിൽ മഹിളാ കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റും കണ്ടാണശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ റൂബി ഫ്രാൻസിസിൻ്റെയും പേരുകൾക്കാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. കേച്ചേരി ഡിവിഷൻ ലീഗിന് നൽകുകയാണെങ്കിൽ ഗിരിജയ്ക്ക് അവസരം നഷ്ടപ്പെടും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ LDFിനായി NCPയും UDFിനായി കോൺഗ്രസുമാണ് മത്സരിക്കാറുള്ളത്. I ഗ്രൂപ്പ് മത്സരിച്ചിരുന്ന ഡിവിഷനിൽ കഴിഞ്ഞ തവണ A ഗ്രൂപ്പിലെ ലളിത വേണുവായിരുന്നു മത്സരിച്ചത്. ഇക്കുറി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയ്സൺ ചാക്കോ സ്ഥാനാർത്ഥിയാകുമെന്നാണ് അറിയുന്നത്. എന്നാൽ I ഗ്രൂപ്പിന് സീറ്റ് നൽകണമെന്ന ആവശ്യം ഗ്രൂപ്പിനുള്ളിൽ ശക്തമായിട്ടുണ്ട്. DCC ജനറൽ സെക്രട്ടറിയും ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാനുമായ V വേണുഗോപാലിന് വേണ്ടിയാണ് I ഗ്രൂപ്പ് സീറ്റ് ആവശ്യപ്പെടുന്നത്. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും KPCC സെക്രട്ടറിയുമായ CC ശ്രീകുമാറിൻ്റെ പേരും ഇവിടെ സജീവ ചർച്ചയിലുണ്ട്. എന്നാൽ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാകുമെന്നാണ് UDF കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും ഈ തവണ നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലിടം നേടാനാണ് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളാകുന്നവരുടെയും ശ്രമം. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞില്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയം അതിവേഗം നടത്തിവരികയാണ് 3 മുന്നണികൾ. ഭരണ തുടർച്ച ലക്ഷ്യമാക്കി ഇടതുമുന്നണിയും തിരിച്ചുപിടിക്കാൻ UDFും നിർണായക ശക്തിയാകാൻ BJPയും കച്ചമുറുക്കുമ്പോൾ കരുത്ത് ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ RMPയും രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതിയായതോടെ കുന്നംകുളത്ത് ഇടതുമുന്നണി സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. അധികം വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ഘടകകക്ഷികളായ CPIക്ക് 2ഉം NCPക്ക് 1ഉം സീറ്റുകൾ നൽകും. കൂടാതെ കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭയിൽ CPM ഭരണത്തിന് പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിന്ന 5 വിമത കോൺഗ്രസ് കൗൺസിലർമാരിൽ 4 പേർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതിനും CPMൽ ധാരണയായിട്ടുണ്ട് എന്നാണ് സൂചന. 9-ാം വാർഡ് അയ്യമ്പറമ്പ്, 12-ാം വാർഡ് ഉരുളിക്കുന്ന്, 16-ാം വാർഡ് കാണിപ്പയൂർ, 23-ാം വാർഡ് ആർത്താറ്റ് എന്നിവിടങ്ങളിലാണ് സേവ് കോൺഗ്രസ് വിഭാഗത്തിന് സീറ്റുകൾ ലഭിച്ചേക്കുക. ആകെ 37 വാർഡുകളിൽ CPM 30 വാർഡുകളിൽ പാർട്ടി ചിഹ്നത്തിൽ നേരിട്ട് മത്സരിക്കും.
നഗരസഭയുടെ ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത രീതിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെടുന്ന ഈ ഭരണസമിതി ഇതെല്ലാം മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണ പൂർത്തീകരണം, ടൗൺ ഹാൾ പുനർനിർമ്മാണം, നഗരവികസനം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ സമിതിക്ക് എടുത്തു പറയാനുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും വൈസ് ചെയർമാൻ PM സുരേഷും മത്സരരംഗത്തുണ്ടാകും. കുന്നംകുളം ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഇവർ മാത്രമായിരിക്കും നഗരസഭയിലേക്ക് മത്സരരംഗത്തുണ്ടാവുക എന്നാണ് വിവരം. പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയവും ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ചൊവ്വാഴ്ച തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനാണ് പാർട്ടി തീരുമാനം. UDFിലെ സീറ്റ് വിഭജനവും ഏകദേശം ധാരണയിലായിട്ടുണ്ട്. CMPക്ക് 3 സീറ്റും ലീഗിന് 2 സീറ്റും നൽകാനാണ് ധാരണ. നിലവിലെ UDF കൗൺസിലർമാരിൽ ബിജു സി ബേബി, ഷാജി ആലിക്കൽ, ജയ്സിംഗ് കൃഷ്ണൻ, മിനി മോൻസി എന്നിവർ ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് അറിയുന്നത്. DCC സെക്രട്ടറിയും മുൻ നഗരസഭാ ചെയർമാനുമായ KC ബാബു മത്സരിക്കുമെന്ന അഭ്യൂഹമുണ്ട്. ലീഗിന് നേരത്തെ നൽകി വരുന്ന സീറ്റുകളായ 37 വാർഡുകൾ തന്നെയായിരിക്കും ഇത്തവണയും നൽകുക. CMPയിലെ പ്രധാന നേതാക്കളായ ജയ്സിംഗ് കൃഷ്ണൻ 18-ാം വാർഡ് കാണിയാമ്പാലിലും VG അനിൽ 25-ാം വാർഡ് പൊർക്കളേങ്ങാട് മത്സരിക്കും. ടൗൺ വാർഡായ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായ നെഹ്റു നഗർ 15-ാം വാർഡിൽ കോൺഗ്രസിൽ സീറ്റിനായുള്ള മത്സരം ശക്തമാണ്. മുൻ കൗൺസിലർ അഡ്വക്കേറ്റ് CB രാജീവ് ഇത്തവണ മത്സരരംഗത്തുണ്ടാകും. നിലവിലെ നഗരസഭയിലെ മുഖ്യപ്രതിപക്ഷമായ BJP നേതൃത്വം നൽകുന്ന NDAയും 37 വാർഡുകളിലും മത്സരരംഗത്തുണ്ട്. നിലവിൽ BJPക്ക് 7 കൗൺസിലർമാരാണുള്ളത്. ഇതിൽ KK മുരളി, രേഷ്മ സുനിൽ, ഗീതാ ശശി എന്നിവർ ഇത്തവണയും മത്സരരംഗത്തുണ്ട്. നഗരസഭയിൽ വാർഡുകൾ കൂടുതൽ പിടിച്ചെടുക്കാനായി പ്രാദേശിക നീക്കുപോക്കുകൾ നടത്തിയും മറ്റും തന്ത്രങ്ങൾ മെനയുകയാണ് BJP. സീറ്റ് നില വർദ്ധിപ്പിച്ച നഗരസഭയിലെ നിർണായക ശക്തിയാകാനാണ് BJP ശ്രമം. അതിനായുള്ള അണിയറ പ്രവർത്തനങ്ങൾ NDA എന്ന രീതിയിൽ നേരത്തെ ആരംഭിച്ചതിൻ്റെ ആത്മവിശ്വാസവും അവർക്കുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം നഗരസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 37 വാർഡുകളിലും NDA മത്സരിക്കും. 19 പേരാണ് ആദ്യ പട്ടികയിലുള്ളത്. നഗരസഭാ സ്ഥിരം സമിതി ചെയർമാനും BJP ജില്ലാ കമ്മിറ്റി അംഗവുമായ KK മുരളി ഇത്തവണ 33-ാം വാർഡ് കാവിലക്കാട് ജനവിധി നേടും. മറ്റൊരു സ്ഥിരം സമിതി അധ്യക്ഷ ഗീതാ ശശി 34-ാം വാർഡ് ചിറ്റഞ്ഞൂരിലും കൌൺസിലറും മണ്ഡലം ഉപാധ്യക്ഷയുമായ രേഷ്മ സുനിൽ 2-ാം വാർഡ് കിഴൂർ സൗത്തിലും മത്സരിക്കും. 1-ാം വാർഡ് മുതുവമ്മൽ സുധീഷ്, 9-ാം വാർഡ് അയ്യംപറമ്പ് നിഷ അനിലൻ, 10-ാം വാർഡ് അയ്യപ്പത്ത് ശകുന്തള, 12-ാം വാർഡ് ഉരുളിക്കുന്ന് ബിനു പ്രസാദ്, 16-ാം വാർഡ് കാണിപ്പയ്യൂർ കോമളവല്ലി, 17-ാം വാർഡ് ആനയ്ക്കൽ ശിവദാസ്, 21-ാം വാർഡ് തെക്കേപ്പുറം സോഫിയ ശ്രീജിത്ത്, 25-ാം വാർഡ് പൊർക്കളേങ്ങാട് TK തിലക് രാജ്, 26-ാം വാർഡ് ഇഞ്ചിക്കുന്ന് സുജിത്ത്, 27-ാം വാർഡ് ചെമ്മണ്ണൂർ നോർത്ത് SS രാജൻ, 28-ാം വാർഡ് ചെമ്മണ്ണൂർ സൗത്ത് ജിജി വിജീഷ്, 30-ാം വാർഡ് തെക്കൻ ചിറ്റഞ്ഞൂർ ദിവ്യ വിജീഷ്, 31-ാം വാർഡ് അഞ്ഞൂർക്കുന്ന് ജിജി ദിലീപ്, 32-ാം വാർഡ് അഞ്ഞൂർ രേഖ സജീവ്, 35-ാം വാർഡ് ആലത്തൂർ സിഗ്മ, 36-ാം വാർഡ് അഞ്ഞൂർ പാലം ബിൻസി എന്നിവരാണ് മറ്റു സ്ഥാനാർത്ഥികൾ. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലുള്ള BJPയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ പ്രഖ്യാപിച്ചു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത്, മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി അനൂപ് തയ്യൽ എന്നിവർ സംബന്ധിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. തദ്ദേശ തിരഞ്ഞെടുപ്പ്. തൃശൂർ ജില്ലയിൽ ആകെ പോളിംഗ് ബൂത്തുകൾ 3331. ഇതിൽ 26 ബൂത്തുകൾ പുതിയതായി രൂപീകരിച്ചതാണ്. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ആകെ പോളിംഗ് ബൂത്തുകൾ 3331. ആകെ വാർഡുകൾ 1798. വോട്ടർമാർ കൂടിയതിനാൽ ജില്ലയിൽ പുതുതായി 26 പുതിയ പോളിംഗ് ബൂത്തുകൾ രൂപീകരിച്ചിട്ടുണ്ട്. 86 ഗ്രാമപഞ്ചായത്തുകളിലായി 1469 വാർഡുകൾക്ക് 2824 ബൂത്തുകളുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ 55 വാർഡുകൾക്ക് 211 ബൂത്തുകളാണ്. ചാലക്കുടിയിൽ 36 വാർഡുകൾക്ക് 37 ബൂത്തുകളും ഇരിങ്ങാലക്കുടയിൽ 41 വാർഡുകൾക്ക് 43 ബൂത്തുകളും കൊടുങ്ങല്ലൂരിൽ 44 വാർഡുകൾക്ക് 46 ബൂത്തുകളും ചാവക്കാട് 32 വാർഡുകൾക്ക് 32 ബൂത്തുകളും ഗുരുവായൂരിൽ 43 വാർഡുകൾക്ക് 58 ബൂത്തുകളും കുന്നംകുളത്ത് 37 വാർഡുകൾക്കായി 38 ബൂത്തുകളും വടക്കാഞ്ചേരിയിൽ 41 വാർഡുകൾക്കായി 42 ബൂത്തുകളുമാണുള്ളത്. ഏറ്റവും കൂടുതൽ പുതിയ ബൂത്തുകൾ ഗുരുവായൂർ നഗരസഭയിലാണ്. ഇവിടെ 15 ബൂത്തുകളാണ് പുതിയതായി ഉള്ളത്. തൃശൂർ കോർപ്പറേഷനിൽ 5 പുതിയ ബൂത്തുകളും ഇരിങ്ങാലക്കുടിയിൽ 2 പുതിയ ബൂത്തുകളും ചാലക്കുടി, കുന്നംകുളം, വടക്കാഞ്ചേരി നഗരസഭകളിലും എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലും ഓരോ പുതിയ ബൂത്തുകളും രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ കുഷ്ഠരോഗികൾക്കായി 2 സ്പെഷ്യൽ പോളിംഗ് ബൂത്തുകളുണ്ട്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ കുംസ് ഹാൾ, ഗാന്ധിഗ്രാമം സർക്കാർ ത്വക്കുരോഗാശുപത്രി എന്നിവിടങ്ങളിലാണിത്. ന്യൂസ് ഡെസ്ക് CCTV.
പുന്നയൂർകുളം പഞ്ചായത്തിലെ 3 മുസ്ലിം ലീഗ് നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സിപിഎമ്മിനോട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് മുൻ ഭരണസമിതി അംഗം, ലീഗ് ജില്ലാ സമിതി അംഗം, മണ്ഡലം ട്രഷറർ എന്നീ പദവികൾ വഹിച്ച വി.കെ. യൂസുഫ്, പുന്നയൂർകുളം പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് അഹമ്മദ്, സെക്രട്ടറി അബൂബക്കർ തൈപ്പറമ്പിൽ എന്നിവരാണ് തിങ്കളാഴ്ച രാവിലെ ലീഗ് നേതൃത്വത്തിന് രാജി സമർപ്പിച്ചത്. ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് നേതൃത്വങ്ങൾ കാലങ്ങളായി തുടരുന്ന അവഗണനയിലും ചില നേതാക്കളുടെ ഏകാധിപത്യ പ്രവണതയിലും പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് മൂവരും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പുന്നയൂർകുളം പഞ്ചായത്ത് UDF നേതൃത്വം കൈപ്പിടിയിലൊതുക്കാൻ ഏതാനും പേർ ചേർന്ന് മുന്നണിക്ക് വേണ്ടി നാളിതുവരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ പുകച്ചു ചാടിക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് ഇവർ കുറ്റപ്പെടുത്തി. പ്രസിഡന്റ് AD ധനീബിന്റെ നേതൃത്വത്തിൽ 4.5 കൊല്ലമായി നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളോട് സഹകരിച്ചു പോന്ന UDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിമർശനവും സമരപ്രഹസനങ്ങളുമായി രംഗത്തിറങ്ങിയത് അപഹാസ്യമാണ്. വികസന തുടർച്ച ആഗ്രഹിക്കുന്ന പുന്നയൂർകുളത്തുകാർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയാതീതമായി പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കിയ UDF നേതൃത്വം വെപ്രാളത്തിലാണ്. CH മുഹമ്മദ് കോയയെപ്പോലുള്ള മഹാന്മാരായ നേതാക്കളിൽ നിന്ന് പകർന്നുകിട്ടിയ സംസ്കാരം ഉൾക്കൊണ്ടാണ് മുസ്ലിം ലീഗിനു വേണ്ടി പ്രവർത്തിച്ചത്. പക്ഷേ ആ സംസ്കാരം കൈയൊഴിഞ്ഞതിന്റെ ലക്ഷണമാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നേതൃത്വം പരസ്യമായി രംഗത്തുവന്നതെന്ന് ഇവർ പറഞ്ഞു. സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തതിലെ നൈരാശ്യമാണ് രാജിക്ക് കാരണമെന്ന പ്രചരണത്തെ യൂസുഫ് നിഷേധിച്ചു. CCTV ന്യൂസ്, പുന്നയൂർകുളം. പുന്നയൂർ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് വൻ തിരക്ക്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പലരും പഞ്ചായത്തിലെത്തിയത്. ഇതുമൂലം മറ്റ് ആവശ്യങ്ങൾക്ക് പഞ്ചായത്തിൽ എത്തിയവർക്ക് കാര്യങ്ങൾ നടക്കാതെ തിരിച്ചുപോകേണ്ട അവസ്ഥയായിരുന്നു. ജീവനക്കാരുടെ അഭാവവും സമയതടസ്സം നേരിടുന്നതിന് കാരണമായി. 12 മണിക്ക് മുൻപ് തന്നെ 200ഓളം നമ്പറുകളാണ് നൽകിയിരുന്നത്. ഹിയറിംഗുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രധാന കവാടത്തിന് മുമ്പിലിരുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു. കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായ തിപ്പിലശ്ശേരി കൊടവംപറമ്പിൽ സത്യഭാമ ആദ്യകാല തെരഞ്ഞെടുപ്പ് ആവേശം ഓർത്തെടുക്കുകയാണ്. വനിതകൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് തന്നെ അപൂർവമായിരുന്ന കാലത്ത് സത്യഭാമ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് തുടർച്ചയായ 8 വർഷമായിരുന്നു. അന്ന് പഞ്ചായത്തിന് സ്വന്തമായൊരു വാഹനമെന്നത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാലമാണെന്നും 7 കിലോമീറ്ററോളം നടന്നാലേ ഓഫീസിലെത്താനാകൂ എന്നും ജീവനക്കാർ വളരെ കുറവായിരുന്നുവെന്നും ആദ്യകാല പഞ്ചായത്ത് പ്രസിഡന്റ് ഓർത്തെടുക്കുന്നു. കേരളത്തിലെ ആദ്യകാല വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളാണ് കൊടവംപറമ്പിൽ സത്യഭാമയെന്ന് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. കുന്നംകുളം ഇന്ദിരാനഗർ ഫസ്റ്റ് അവന്യൂവിൽ മകൻ ജയറാമിൻ്റെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് സത്യഭാമ. 70കളുടെ തുടക്കത്തിലാണ് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അക്കാലത്ത് 6 വാർഡുകളെ ഉണ്ടായിരുന്നുള്ളൂ. 16 വർഷം കോൺഗ്രസ് ടിക്കറ്റിൽ പഞ്ചായത്തംഗമായി തുടർന്നു. വല്ലപ്പോഴും മാത്രമേ ഭരണസമിതി ചേർന്നിരുന്നുള്ളൂ. യോഗത്തിൽ പങ്കെടുത്താൽ 40 രൂപ അലവൻസ് അനുവദിക്കും. പക്ഷേ പഞ്ചായത്തിൻ്റെ ധനസ്ഥിതി മോശമായിരുന്നതിനാൽ ഈ തുക വാങ്ങാറുണ്ടായിരുന്നില്ല. ഇടുങ്ങിയ റോഡുകൾക്ക് വീതി കൂട്ടാനുള്ള യജ്ഞത്തിന് പൊതുപിന്തുണയുറപ്പിക്കാൻ സത്യഭാമയും ഭൂമി വിട്ടുനൽകി. മറ്റൊരിക്കൽ തിപ്പലശ്ശേരി മൃഗാശുപത്രി അനുവദിക്കാൻ സർക്കാർ അനുമതി നൽകിയെങ്കിലും ഭൂമി കണ്ടെത്താൻ കഴിയാത്തത് തടസ്സമായി. അന്ന് സത്യഭാമയുടെ കുടുംബം വിട്ടുനൽകിയ ഭൂമിയിലാണ് ആശുപത്രി നിർമ്മിച്ചത്. ഗാന്ധിശിഷ്യയായ സത്യഭാമ കസ്തൂർബ ട്രസ്റ്റിൻ്റെ തിപ്പലശ്ശേരി കേന്ദ്രം അധ്യക്ഷയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത്തവണയും വോട്ട് ചെയ്യാൻ പോകണമെന്നാണ് സത്യഭാമയുടെ ആഗ്രഹം. CCTV ന്യൂസ്, കുന്നംകുളം. പുന്നയൂർകുളം പഞ്ചായത്തിലും ഹിയറിംഗിന് വൻ തിരക്ക്. കോവിഡ് സുരക്ഷയുടെ ഭാഗമായ സാമൂഹിക അകലം പാലിക്കാതെയാണ് പലരും പഞ്ചായത്തിലെത്തിയത്. വൈകിട്ട് 4 മണിക്ക് ശേഷവും പഞ്ചായത്ത് പരിസരത്ത് നീണ്ട വരിയാണ് അനുഭവപ്പെട്ടിരുന്നത്. മറ്റ് ആവശ്യങ്ങൾക്ക് പോലും പഞ്ചായത്തിൽ എത്തിയവർക്ക് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. അപ്രായോഗികമായ ടോക്കൺ സംവിധാനവും സ്ഥലപരിമിതിയുമാണ് കൂടുതൽ ആളുകൾക്ക് കൂട്ടമായി നിൽക്കേണ്ടതായി വരാൻ കാരണം. രഹസ്യധാരണ അനുസരിച്ച് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും അതാത് വാർഡുകളിൽ പ്രവർത്തനം നടത്തിയാണ് പലരെയും വോട്ട് ചേർക്കുന്നതിനായി കൊണ്ടുവരുന്നത്. വടക്കേക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി തിരക്ക് നിയന്ത്രിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുന്നംകുളം മുനിസിപ്പാലിറ്റി, ചൂണ്ടൽ, ചൊവ്വന്നൂർ, കടങ്ങോട്, പോർക്കുളം, കാട്ടകാമ്പൽ, കടവല്ലൂർ എന്നീ പഞ്ചായത്തുകളിലെയും പൊതു റോഡുകളിലും പൊതുസ്ഥലങ്ങളും കയ്യേറി രാഷ്ട്രീയ കക്ഷികളുടെ പോസ്റ്റർ പതിച്ചും വൈറ്റ് സിമന്റ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് രാഷ്ട്രീയ കക്ഷികളുടെ ചിഹ്നവും മറ്റും വരച്ച് നാശനഷ്ടമുണ്ടാക്കിയ സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമാധാനപൂർണ്ണമായി നടത്തുവാനും
പൊതുസ്വത്തുക്കൾ കയ്യേറി നാശനഷ്ടം ഉണ്ടാക്കുന്നത് തടയുന്നതിനുമായി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തുകളിലുമായി നടത്തിയിരുന്നു. യോഗത്തിൽ കക്ഷികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പാലിക്കാത്തവർക്കെതിരായാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ അറസ്റ്റ് തുടങ്ങിയ നടപടികൾ ആരംഭിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ജാഗ്രത തുടരണം. സംസ്ഥാനത്ത് 3593 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 32,489 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.06 ആണ്. 22 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1714 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 61 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3070 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 409 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 5983 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തൃശൂർ ജില്ലയിൽ 430 പേർക്ക് കൂടി കോവിഡ്. 904 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9440 ആണ്. തൃശൂർ സ്വദേശികളായ 99 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 46,903 ആണ്. 37,114 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ തിങ്കളാഴ്ച സമ്പർക്കം വഴി 417 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 4 പേർക്കും രോഗ ഉറവിടം അറിയാത്ത 5 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 36 പുരുഷന്മാരും 31 സ്ത്രീകളും 10 വയസ്സിന് താഴെ 12 ആൺകുട്ടികളും 21 പെൺകുട്ടികളുമുണ്ട്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയും ഒരുമനയൂർ കുടുംബാരോഗ്യ കേന്ദ്രവും തിങ്കളാഴ്ച നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 27 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. താലൂക്ക് ആശുപത്രിയിൽ നടന്ന പരിശോധനയിൽ 22 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 7 പേർ ചാവക്കാട് നഗരസഭയിൽപ്പെട്ടവരാണ്. 3 പാവട്ടി സ്വദേശികൾ, 2 കടപ്പുറം സ്വദേശികൾ, 3 പൂക്കോട് സ്വദേശികൾ, പെരിഞ്ഞനം, പുന്നയൂർ, പറപ്പൂർ, ആലപ്പുഴ, ഗുരുവായൂർ, എളവള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ച മറ്റുള്ളവർ. ചാവക്കാട് പോലീസ് ക്വാർട്ടേഴ്സിലെ താമസക്കാരനാണ് കോവിഡ് സ്ഥിരീകരിച്ച മറ്റൊരാൾ. ആകെ 115 പേരെ താലൂക്ക് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയരാക്കി. ഒരുമനയൂർ കുടുംബാരോഗ്യ കേന്ദ്രം 42 പേർക്ക് നടത്തിയ പരിശോധനയിൽ 5 ഒരുമനയൂർ സ്വദേശികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഗുരുവായൂരിൽ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വിവിധ ആശുപത്രികളിലായി നടത്തിയ RT-PCR പരിശോധനയിലാണ് പൂക്കോട്, അർബൻ സോണുകളിൽ 2 പേർക്ക് വീതം രോഗം സ്ഥിരീകരിച്ചത്. 13, 39 വാർഡുകളിലുള്ളവരാണ് ഇവർ. രോഗവ്യാപനം കുറഞ്ഞതിനെ തുടർന്ന് 3 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി. താമരയൂർ 38, ചാമുണ്ടേശ്ശേരി 17, മാണിക്കത്തുപടി 22 എന്നീ വാർഡുകളെയാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയത്. കടവല്ലൂർ പഞ്ചായത്തിൽ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2, 3 വാർഡുകളിൽ ഓരോ പുരുഷന്മാർക്കും 4-ാം വാർഡിൽ ഒരു സ്ത്രീക്കുമാണ് രോഗം കണ്ടെത്തിയത്. പോർക്കുളം പഞ്ചായത്തിൽ 2 പേർക്ക് കോവിഡ്. 3-ാം വാർഡ് പോർക്കുളം സെന്റർ, 13-ാം വാർഡ് വെട്ടിക്കടവ് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ടാനശ്ശേരി പഞ്ചായത്തിന് ആശ്വാസ ദിനം. തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്ക് മാത്രം. 7-ാം വാർഡിൽ 42 വയസ്സുള്ള സ്ത്രീക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസവും ഒരാൾക്ക് മാത്രമാണ് പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ചാവക്കാട് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ ഡിവൈഎഫ്ഐ SDPI സംഘർഷം. ഡിവൈഎഫ്ഐ പ്രവർത്തകന് കുത്തേറ്റു. 6 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും 5 SDPI പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്ക്. സംഭവത്തിൽ 6 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും 7 SDPI പ്രവർത്തകർക്കുമെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. ഞായറാഴ്ച വൈകിട്ട് 7:30യോടെയായിരുന്നു സംഭവം. വെളിച്ചെണ്ണപ്പടിയിൽ റോഡിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പരിക്കേറ്റ SFI പ്രവർത്തകനായ തെക്കൻ ഹസൻ വീട്ടിൽ റഹീലിനെ ഹയാത്ത് ആശുപത്രിയിലും SDPI പ്രവർത്തകരായ ഹബീബ് തങ്ങൾ, മുബഷീർ തങ്ങൾ എന്നിവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. SFI പ്രവർത്തകന് പരിക്കേറ്റതറിഞ്ഞ് SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക് ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തിയിരുന്നു.
അതേസമയം SDPI പ്രവർത്തകർ SFI പ്രവർത്തകരെ പ്രവേശിപ്പിച്ചിരുന്ന ഹയാത്ത് ആശുപത്രിയിൽ എത്തുകയും ഹസൻ മുബാറക് ഉൾപ്പെടെയുള്ള പ്രവർത്തകരുമായി വീണ്ടും സംഘർഷമുണ്ടാവുകയുമായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ പുതുവീട്ടിൽ സാബിത്ത്, പുത്തൻപുരയിൽ മുഹമ്മദ് നസീർ, SFI പ്രവർത്തകരായ KR അമൽ, TS അഭിജിത്ത് എന്നിവർക്കും SDPI പ്രവർത്തകരായ അജ്മൽ, ആഷിഖ്, ഹുസൈൻ എന്നിവർക്കും പരിക്കേറ്റു. SDPI ക്രിമിനലുകൾ ആയുധവുമായി ആശുപത്രിയിലെത്തി തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ ആശുപത്രിയിൽ തങ്ങളുടെ പ്രവർത്തകരെ കാണാൻ എത്തിയവരെ SFI നേതാവ് ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കുകയായിരുന്നുവെന്ന് SDPI പ്രവർത്തകരും ആരോപിച്ചു. ഇരുവിഭാഗത്തിനുമെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി ചാവക്കാട് SHO അനിൽ ടി മേപ്പുള്ളി പറഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്. SDPI നാട്ടിൽ കലാപം സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് പ്രകടനവും പൊതുയോഗവും നടത്തി. യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. എറിൻ ആന്റണി അധ്യക്ഷനായി. V അനൂപ് സ്വാഗതം പറഞ്ഞു. KU ജാബിർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. KS അനൂപ്, MM സുമേഷ്, KS വിഷ്ണു, മുഹമ്മദ് റിനൂസ് എന്നിവർ പങ്കെടുത്തു. KL മഹേഷ് നന്ദി പറഞ്ഞു. SFI പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഗുരുവായൂരിൽ പ്രകടനം നടത്തി. പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കിഴക്കേ നടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം SFI മുൻ പ്രസിഡന്റ് K പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അശ്വിൻ കണ്ണത്ത് അധ്യക്ഷനായിരുന്നു. GN രാമകൃഷ്ണൻ, KS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്, ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KR അമൽ, ജോയിന്റ് സെക്രട്ടറി P അഭിജിത്ത്, KA റഹീൽ എന്നിവർക്കാണ് ഞായറാഴ്ച രാത്രി ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം SDPI ഡിവൈഎഫ്ഐ സംഘടനവുമായി ബന്ധപ്പെട്ട് കടപ്പുറം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും കൊടിമരവും സ്തൂപങ്ങളും നീക്കം ചെയ്തു. കുന്നംകുളം ACP TS സിനോജിന്റെ നിർദ്ദേശപ്രകാരം ചാവക്കാട് SHO അനിൽ ടി മേപ്പുള്ളി, ചാവക്കാട് SI UK ഷാജഹാൻ, KP ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നീക്കം ചെയ്തത്. അഞ്ചങ്ങാടി വളവ്, അഞ്ചങ്ങാടി സെന്റർ, വെളിച്ചെണ്ണപ്പടി, ആറങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കൊടികളും സ്തൂപങ്ങളും നീക്കം ചെയ്തത്. ഇത്തരത്തിൽ അനുമതിയില്ലാത്ത റോഡരികിലും മറ്റ് പൊതുയിടങ്ങളിലും കൊടികളും മറ്റും സ്ഥാപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും റോഡിലും KSEB പോസ്റ്റുകളിലും ചിഹ്നങ്ങൾ വരയ്ക്കുന്നതും പതിക്കുന്നവർക്കുമെതിരെയും കേസെടുക്കുമെന്നും ചാവക്കാട് SHO അനിൽ ടി മേപ്പുള്ളി പറഞ്ഞു. കേരള കലാമണ്ഡലം നവതിയുടെ നിറവിൽ 90 ദീപങ്ങൾ തെളിയിച്ച് വള്ളത്തോൾ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതോടെ നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ വള്ളത്തോൾ ജയന്തി അനുസ്മരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. കാലടി ശങ്കരാചാര്യ സംസ്കൃത കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ N അജയകുമാർ വള്ളത്തോളിനെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, കലാമണ്ഡലം പ്രഭാകരൻ, ഉഷ നങ്ങ്യാർ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, K രവീന്ദ്രനാഥ്, TK വാസു, NR ഗ്രാമപ്രകാശ്, അക്കാദമിക് കോർഡിനേറ്റർ V അച്യുതൻ എന്നിവരും പങ്കെടുത്തു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കലാ അവതരണങ്ങളും സെമിനാറുകളും തുടർ ദിവസങ്ങളിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ പ്രതിയായ യുവാവിനെ കുന്നംകുളം പോക്സോ കോടതി വെറുതെ വിട്ടു. പുന്നേർകുളം അണ്ടത്തോട് ഐനിക്കൽ വീട്ടിൽ സലീമിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി MP ഷിബു കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. കുന്നംകുളം പോക്സോ കോടതിയിലെ ആദ്യ വിധിയായിരുന്നു തിങ്കളാഴ്ചയുണ്ടായത്. പുന്നേർകുളം അണ്ടത്തോട് മുസ്ലിം പള്ളിക്ക് സമീപം താമസിക്കുന്ന പെൺകുട്ടിയെ സലീം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 2012 ജനുവരി 19 ചാവക്കാട് CI ആയിരുന്ന സുദർശനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സലീമിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ ഗുരുവായൂർ, പട്ടാമ്പി, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പ്രതിയായിരുന്ന സലീമിന് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. സലീം വിവാഹിതനാകുന്നതിന് മുൻപ് പെൺകുട്ടിയുമായി പ്രണയം നടിക്കുകയും വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. ലോഡ്ജുകളിൽ കൊണ്ടുപോയി പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ മതിയായ രേഖകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ PA പ്രദീപിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രതിയായ സലീമിനെ വിട്ടയച്ചത്. ഇന്ന് ലോക അനാഥ ദിനം. എല്ലാവരും ഉണ്ടായിട്ടും അനാഥത്വത്തിന്റെ നിഴലിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ആരും അനാഥരായി ജനിക്കുന്നില്ല. പക്ഷേ വിധിയുടെ വിളയാട്ടം കൊണ്ട് ഓരോ കോണിൽ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതങ്ങളാണ് അനാഥതയുടെ കണ്ണീരുപ്പ് നുകരുന്നത്. മറ്റു ചിലരാകട്ടെ വീട്ടിലെ സാഹചര്യവും ദാരിദ്ര്യവും കൊണ്ട് സ്വയം അവരുടേതായ ഒറ്റപ്പെട്ട വഴികൾ തിരഞ്ഞെടുക്കുന്നു.
അനാഥരായിത്തീരുന്ന കുട്ടികളെ സംരക്ഷിക്കുകയെന്നത് പണ്ടുമുതൽക്കേ ഉയർന്നു വന്നിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നമാണ്. 1800 മുമ്പ് തന്നെ യുഎസിൽ അനാഥമന്ദിരങ്ങൾ സ്ഥാപിതമായി. മാതാപിതാക്കളുടെ സംരക്ഷണം ലഭിക്കാത്ത കുട്ടികളുടെ കാര്യത്തിലാണ് ഇവ ശ്രദ്ധിച്ചിരുന്നത്. 1552 ഇംഗ്ലണ്ടിൽ ഏതാനും സ്വകാര്യ സംഘടനകൾ അനാഥാലയങ്ങൾ നടത്തിപ്പോന്നു. ക്രിസ്തീയ സഭകളും അവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിൽ അനാഥ ശിശു സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. കേരളത്തിൽ അനാഥമന്ദിരങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് അനാഥമന്ദിരങ്ങൾ ഉണ്ടെങ്കിലും മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളെങ്കിലും തള്ളിക്കളയാനാവില്ല. അനാഥത്വത്തെ ചൂഷണം ചെയ്യുന്ന പല വാർത്തകളും പുറത്തു വരാറുണ്ടെങ്കിലും പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അതേസമയം തന്നെ സാമ്പത്തിക ഭദ്രതയുള്ള മാതാപിതാക്കൾ അനാഥ ശിശുക്കളെ ദത്തെടുക്കുന്ന സമ്പ്രദായവും രാജ്യത്ത് നിലവിൽ വന്നതോടെ ഒറ്റപ്പെട്ടു പോകുന്ന ബാല്യജീവിതങ്ങൾക്ക് അത് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നുണ്ട്. എന്നിരുന്നാലും അനാഥത്വത്തിന്റെ കരിനിഴലിൽ ജീവിതം തള്ളി നീക്കുന്ന യൗവനവും വാർദ്ധക്യവുമെല്ലാം ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് CCTV. ചമ്മന്നൂർ മഹല്ല് ദുബായ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ ചമ്മന്നൂർ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള റോഡരികിൽ വഴിയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാനായി സ്ഥാപിച്ച വാട്ടർ കൂളറിന്റെ ഉദ്ഘാടനം മഹല്ല് ഖത്തീബ് അലി ദാരിമി നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് അറയ്ക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദുബായ് കമ്മിറ്റി കോർഡിനേറ്റർ അസീസ് വലിയ വളപ്പിൽ, മഹല്ല് ട്രഷറർ PC മുഹമ്മദ് ഉണ്ണി, K നാസർ, K ജമാൽ, P റസാഖ്, K കുഞ്ഞു മുഹമ്മദ്, K കുഞ്ഞു മൊയ്തു, ഖത്തർ കമ്മിറ്റി മെമ്പർ C ഹമീദ്, അബുദാബി പ്രതിനിധി T അലി, സക്കാത്ത് ഫൗണ്ടേഷൻ മെമ്പർ K ഷാനവാസ്, പള്ളി പുനർനിർമ്മാണ കമ്മിറ്റി കൺവീനർ K അലി, ദുബായ് കമ്മിറ്റി മെമ്പർ റാഫി ഇല്ലത്തയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കലയും ഉപജീവനമാർഗവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സിനിമാ നാടക പ്രവർത്തകനായ നൌഷാദ് ബാബു. പെരുമ്പിലാവ് കരിക്കാട് സ്വദേശിയായ നൌഷാദ് ബാബു തന്റെ ചായക്കട കേന്ദ്രീകരിച്ച് ടീടോക്ക് തട്ടുകട എന്ന പേരിൽ വെബ് സീരീസിന് തുടക്കമിട്ടിരിക്കുകയാണ്. വെള്ളറക്കാട് മനപ്പടിയിലെ ടീടോക്ക് കഫേയിലേക്ക് വരുന്നവർക്ക് ചായ കുടിക്കുന്നതിനോടൊപ്പം വെബ് സീരീസിലും മുഖം കാണിക്കാം. ടീ ഷോപ്പിന്റെ ഉടമയും സിനിമാ നാടക പ്രവർത്തകനുമായ നൌഷാദ് ബാബുവിന്റെ ആശയമാണിത്. നൌഷാദിന് ഇത് ഒരു കലാപ്രവർത്തനം മാത്രമല്ല, അതിജീവനത്തിനുള്ള പ്രയത്നം കൂടിയാണ്. കല ജീവനാണെങ്കിലും ജീവിതമാർഗമാവാത്തതിനാൽ ജീവിക്കുന്നത് ചായക്കട നടത്തിയാണ്. എന്നാൽ കോവിഡ് മഹാമാരി നൌഷാദിന്റെ തൊഴിലിനെയും ബാധിച്ചു. കടയിൽ കച്ചവടം പകുതിയായി കുറഞ്ഞു. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതിനാൽ കലയിലൂടെ കച്ചവടം കരുപിടിപ്പിക്കുവാനുള്ള പരീക്ഷണമാണ് വെബ് സീരീസ് എന്ന ആശയത്തിന് പുറകിലുള്ളത്. സമാന ചിന്താഗതിയുള്ള കലാകാരന്മാരെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തിയാണ് വെബ് സീരീസ് ഒരുക്കുന്നത്. കലാകാരൻ എന്നുള്ള നിലക്ക് ഒരു ചായപ്പീടികയിൽ ഒതുങ്ങിപ്പോകാതെ ആ ചായപ്പീടികയെ തന്നെ ലൈവായിട്ട് ഒരു വെബ് സീരീസിൻ്റെ കൂടെ വേദിയാക്കി കലയും ചായയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് വെബ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മനപ്പടി സെൻറ്ററിലാണ് നമ്മുടെ കട. മനപ്പടിയിലെ എല്ലാ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള കടക്കാരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള എല്ലാ ജനങ്ങളുടെയും നല്ലൊരു സപ്പോർട്ട് നമ്മുടെ കടക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വെബ് സീരീസിനും നല്ലൊരു സപ്പോർട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ചിത്രീകരണത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വെബ് സീരീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അനസ് കേച്ചേരി നിർവഹിച്ചു. മാധ്യമ സിനിമാ പ്രവർത്തകനായ റഷീദ് എരുമപ്പെട്ടി മുഖ്യാതിഥിയായി. ഷോർട്ട് ഫിലിം ഡയറക്ടർ സിദ്ദിഖ് ആദൂർ, വിനീത് ശോഭൻ, നൌഷാദ് അലവി, ശ്രീരാഗ്, അനസ് അൻസിൽ എന്നിവരും വെബ് സീരീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. കടവിടെ നിലനിൽക്കണം, അതുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന എന്തും ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന മനപ്പടിയിലെ എൻ്റെ സഹോദരങ്ങളോട് മനസ്സ് നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സുഡാനി ഫ്രം നൈജീരിയ, ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നൌഷാദ് ബാബു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രക്ഷോഭവേദികളിൽ അവതരിപ്പിച്ച ഒറ്റയാൾ നാടകമായ കൈക്കൂട്ട് ദേശീയ മാധ്യമങ്ങളിൽ വരെ വാർത്തയായിട്ടുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. നൌഷാദ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട രക്തദാനം നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ രക്തത്തിന് ക്ഷാമം നേരിടുന്നു എന്നറിഞ്ഞാണ് നൌഷാദ് നാമധാരികളുടെ സംഘടനയായ നൌഷാദ് അസോസിയേഷൻ രക്തം നൽകാൻ തയ്യാറായത്. ഇത് 2ാം തവണയാണ് ഇവരുടെ നേതൃത്വത്തിൽ രക്തം ദാനം ചെയ്യുന്നത്. 25ഓളം പേരടങ്ങുന്ന നൌഷാദുമാർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഞായറാഴ്ച എത്തിയാണ് രക്തദാനം ചെയ്തത്. അസോസിയേഷൻ ചെയർമാൻ PM നൌഷാദ് ചന്ദ്രപിന്നി, വർക്കിംഗ് കൺവീനർ നൌഷാദ് ചാമക്കാല, ട്രഷറർ നൌഷാദ് മദ്രാസ്, വൈസ് പ്രസിഡന്റ് പനന്തറ നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജിത്, അസീസ് കല്ലുംപുറം തുടങ്ങിയവർ അഭിനന്ദനം അറിയിച്ചു.
കാട്ടകമ്പാൽ ചിറയൻകാട് വാവേക്കർ കോൾപ്പടവിൽ കൃഷി ഇറക്കുന്നതിന് പ്രാരംഭഘട്ട നടപടികൾ കർഷകർ ആരംഭിച്ചു. 35 വർഷം തരിശായി കിടന്നിരുന്ന പടവ് കൃഷിയോഗ്യമാക്കിയത് കഴിഞ്ഞ വർഷമാണ്. രണ്ടാം വർഷം കൃഷിയിറക്കുന്നത് 32 കർഷകരുടെ നേതൃത്വത്തിലാണ്. പഞ്ചായത്തിൽ തന്നെ നൂറടിത്തോടിനോട് ചേർന്ന് ഏറ്റവും ദൂരം ചുറ്റപ്പെട്ട് കിടക്കുന്ന കോൾപ്പാടമാണ് വാവോക്കർ. 60 ഏക്കർ കൃഷിയിടത്തിൽ ഈ വർഷം ജ്യോതി വിത്താണ് ഇറക്കുന്നത്. പലയിടങ്ങളിലും തോടും പാടശേഖരവും ഒന്നായി കിടക്കുന്നതും താഴ്ന്നു കിടക്കുന്ന ബണ്ട് വരമ്പുകളും ചെറുതോടുകളും ശോചനീയാവസ്ഥയിലായതും കർഷകരെ വലയ്ക്കുന്നുണ്ട്. മണ്ണ് നിറച്ച ചാക്കുകളും കോൺക്രീറ്റ് സ്ലാബുകളും ഉപയോഗിച്ചാണ് കഴിഞ്ഞ വർഷം വരമ്പുകൾ ഉണ്ടാക്കിയത്. താഴ്ന്നു കിടക്കുന്ന വരമ്പുകളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിന് കാലതാമസമെടുക്കുന്നതോടെ പമ്പിംഗ് 1 മാസത്തോളം വൈകുമെന്ന് പ്രസിഡന്റ്, ഇനീഷ്യൽ സെക്രട്ടറി അൻവർ എന്നിവർ പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കൈപ്രമ്പിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വിയൂർ പൊന്നമ്പത്ത് ശശീന്ദ്രന്റെ മകൻ അക്ഷയനാണ് പരിക്കേറ്റത്. കൈപ്രമ്പ് പെട്രോൾ പമ്പിനടുത്ത് വെച്ച് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ കേച്ചേരി എക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരോധനം കാറ്റിൽ പറത്തി നൂറടിത്തോടിന് കുറുകെ വല കെട്ടി മീൻപിടുത്തം. തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്നതോടൊപ്പം ചെറുകണ്ണികളുള്ള വല ഉപയോഗിക്കുന്നതിനാൽ ചെറുമീനുകൾ പോലും വലയിൽ കുടുങ്ങി ചത്തൊടുങ്ങുകയാണ്. കാട്ടകമ്പാൽ പാപ്പുരുത്തിയിലെ നൂറടിത്തോട്ടിലാണ് അനധികൃത മീൻപിടുത്തം നടക്കുന്നത്. തോടിനു കുറുകെ കവുങ്ങിൽ കുറ്റികൾ ഉറപ്പിച്ചാണ് വല വിരിച്ചിട്ടുള്ളത്. കോൾപ്പാടങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പമ്പ് ചെയ്ത് വെള്ളം ഒഴുക്കുന്നത് നൂറടിത്തോട്ടിലേക്കാണ്. നൂറടിത്തോടിനു കുറുകെ സ്ഥാപിച്ച ചീനലുകൾ കാരണം വെള്ളം ഒഴുകിപ്പോകില്ലെന്ന് കർഷകർ പറയുന്നു. തോടിനു കുറുകെ വല വിരിച്ച് മീൻ പിടിക്കാൻ പാടില്ലെന്ന് അധികൃതർ നിർദ്ദേശിക്കുമ്പോഴും നൂറടിത്തോടിന്റെ പല ഭാഗത്തും ചീനലുകൾ സ്ഥാപിച്ച മീൻപിടുത്തം യഥേഷ്ടം നടക്കുന്നുണ്ട്. മികച്ച അംഗൻവാടി അധ്യാപികയ്ക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന പുരസ്കാരം ചിറമനേങ്ങാട് കാരാമിൽ സരസ്വതി ടീച്ചർക്ക്. കടങ്ങോട് പഞ്ചായത്തിലെ 102ാം അംഗൻവാടി ടീച്ചറായ സരസ്വതി ടീച്ചർക്ക് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ബാലവാടിയിലെ ടീച്ചർ പദവി. എന്തെങ്കിലുമൊക്കെ വായിക്കണമെന്ന ലക്ഷ്യത്തോടെ മാത്രം കടന്നു വന്നിരുന്ന കാലഘട്ടത്തിൽ പക്ഷേ ടീച്ചർ തൻ്റെ ആദ്യാക്ഷരം പകർന്നു കൊടുത്ത കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തിനാണ് അടിത്തറ പാകിയത്. 45 വർഷം പിന്നിടുമ്പോൾ ടീച്ചർക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ തന്നെ ശിഷ്യഗണത്തിൽ ഡോക്ടർ, ടീച്ചർ, വക്കീൽ, പോലീസ് തുടങ്ങി എല്ലാ മേഖലകളിലും പ്രതിഭകളുണ്ട്. അതുതന്നെയാണ് തൻ്റെ അഭിമാനവുമെന്ന് ഈ അധ്യാപിക പറയുന്നു. സ്വന്തം സ്ഥലത്തു നിന്നും 5 സെന്റ് അളന്നു നൽകി പടുത്തുയർത്തിയ ബാലവാടി ഇന്ന് പേരെടുത്ത അംഗൻവാടിയായി കഴിഞ്ഞു. 13 കുട്ടികളിൽ തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ 35 കുട്ടികളാണ് ഇപ്പോഴുള്ളത്. കൊഞ്ചൽ മാറാത്ത കുട്ടികളോടൊത്തുള്ള അധ്യാപനത്തിന് ജില്ലാ ബ്ലോക്ക് തലങ്ങളിൽ ലഭിച്ച അംഗീകാരങ്ങൾക്ക് പുറമെ പൊതുരംഗത്തും ടീച്ചർ സജീവമാണ്. 2005-2010 വരെ കടങ്ങോട് 1ാം വാർഡ് മെമ്പർ, മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ്, കുടുംബശ്രീ, മാതൃസംഘം തുടങ്ങി മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മാതൃകാ കൃഷിക്കാരനായ ഭർത്താവ് ഭാസ്കരൻ, പേരക്കുട്ടികൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന 2 ആൺകുട്ടികൾ, ഒരു മകൾ, മരുമക്കൾ എന്നിവരടങ്ങുന്ന ഈ കുടുംബത്തിൽ ടീച്ചറെന്നും പദവികളില്ലാത്ത അമ്മ തന്നെയാണ്. 2021 ഏപ്രിൽ മാസത്തിൽ സേവന രംഗത്തു നിന്നും വിരമിക്കുമെങ്കിലും വിവിധ മേഖലകൾ അലങ്കരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് തൻ്റെ സമ്പാദ്യമെന്ന് ടീച്ചർ പറയുന്നതിൻ്റെ നേർസാക്ഷ്യമാവുകയാണ് സരസ്വതി ടീച്ചർക്ക് ലഭിച്ച ഈ അംഗീകാരം. 45 വർഷമായി ഞാൻ അംഗൻവാടി തുടങ്ങിയിട്ട്. പണ്ട് ബാലവാടിയായിരുന്നു. അവിടുന്ന് ബ്ലോക്കിൽ നിന്ന് സ്ഥലം കിട്ടാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തമായി സ്ഥലം കൊടുത്തു. അതിൽ തന്നെ ജോലി ചെയ്തു. അതിൽ നിന്ന് തന്നെ വിവാഹം, മക്കൾ ജനിച്ചതു. അതിനുശേഷം അവർ കല്യാണം കഴിച്ചു കൊടുത്തു. എല്ലാം ഈ ഒരു കാലഘട്ടത്തിലാണ്. അതിലിടയ്ക്ക് 5 കൊല്ലം കടങ്ങോട് പഞ്ചായത്തിൽ 1ാം വാർഡിൽ മെമ്പറായി നിന്നു. നല്ല പേരോട് കൂട്ടി തന്നെ പോകുന്നു. എന്തായാലും ഈ അവസാന ഘട്ടത്തിലെ ഒരു അവാർഡും കൂടി എനിക്ക് കിട്ടിയതിൽ സന്തോഷം അല്ല, എനിക്ക് വാസ്തവത്തിൽ എനിക്ക് സങ്കടം വരികയത് ഞാൻ അതിന് അർഹനാണോ എന്നൊരു തോന്നൽ. ഞാൻ അതിന് അർഹനാണോ എന്ന്. അപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരും എൻ്റെ സഹപ്രവർത്തകരും പറയുന്നത് സരസ്വതിയാണ് അതിന് അർഹത സരസ്വതിയാണ്. CCTV ന്യൂസ് വേലൂർ. CPM ചിറമനേങ്ങാട് നോർത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മികച്ച അംഗൻവാടി വർക്കർക്കുള്ള ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുരസ്കാരം കരസ്ഥമാക്കിയ കടങ്ങോട് പഞ്ചായത്തിലെ 1ാം വാർഡിലെ 102ാം നമ്പർ അംഗൻവാടിയിലെ സരസ്വതി ടീച്ചർക്ക് അനുമോദനം സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗം അരവിന്ദാക്ഷൻ പൊന്നാടയണിയിച്ചു. നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി MR നാരായണൻ ട്രോഫി സമ്മാനിച്ചു. ബ്രാഞ്ചിലെ മുതിർന്ന അംഗങ്ങളായ K ഭാസ്കരൻ, കുമാരൻ, ശിവശങ്കരൻ ബാബു, ചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. പിതാവ് കൂലിപ്പണിയെടുത്ത സ്ഥലങ്ങൾ വില കൊടുത്തു വാങ്ങി പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് മകൻ കൃഷിയിലേക്കിറങ്ങി. 24 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കൃഷിയിൽ പൊന്നു വിളയിക്കാൻ ഒരുങ്ങുകയാണ് എടപ്പാൾ കായലും പള്ളത്ത് ജയദേവൻ. അച്ഛന്റെ വിയർപ്പിന്റെ മണമുള്ള 6 ഏക്കർ സ്ഥലത്താണ് ഇദ്ദേഹം പൊന്മണി വിളയിക്കാനൊരുങ്ങുന്നത്. 24 വർഷത്തിനുള്ളിൽ സഹോദരങ്ങളെയടക്കം 25ഓളം പേരെ സൗജന്യമായി ഗൾഫിലെത്തിച്ചു.
ഇവരെല്ലാം നല്ല നിലയിൽ ജോലി ചെയ്തു വരുന്നു. തനിക്കും ഒരുപാട് കാലം ഗൾഫിൽ ജോലിയിൽ തുടരാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛന്റെ അസുഖത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരികയായിരുന്നുവെന്ന് ജയദേവൻ പറഞ്ഞു. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു 5 വർഷമായി. 5 വർഷം അച്ഛനെ സുഖമില്ലാതിൻ്റെ വർഷം വന്നതാണ്. അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അപ്പം അതിൻ്റെ ശേഷം ഈ കൃഷിയുടെ കുറച്ച് നെല്ലുണ്ടാക്കാം എന്ന് വിചാരിച്ച് 2 ഏക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിറങ്ങി പിന്നെ അതിലോട് ഒരു ഇൻട്രസ്റ്റ്. ഇത് കാണുമ്പോൾ ഒരു ഏകദേശം കൊയ്യാൻ നെല്ല് ഇങ്ങനെ വിളഞ്ഞു വരുന്ന സമയത്തൊക്കെ നല്ല രസമാണ് കാണാൻ. ഇനി തിരിച്ചു പോകുന്നില്ലെന്നും പിതാവിന്റെ പിൻഗാമിയായി കൃഷി തുടരാനാണ് ഉദ്ദേശമെന്നും ജയദേവൻ വ്യക്തമാക്കി. തന്റെ പിതാവ് കൂലിപ്പണി ചെയ്ത സ്ഥലങ്ങളാണ് ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങി കൃഷി ഇറക്കിയിരിക്കുന്നത്. നെൽകൃഷി പുതിയ സാഹചര്യത്തിൽ ലാഭകരമാണെന്നും ഇദ്ദേഹം പറയുന്നു. നെൽകൃഷിയെ കൂടാതെ വിവിധയിനം വാഴയും തെങ്ങും കവുങ്ങും മറ്റു പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. CCTV ന്യൂസ് പെരുമ്പിലാവ്. ആറ്റുപുറം പ്രിയദർശിനി ചാരിറ്റി സെല്ലിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അമ്മയ്ക്കൊരു കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായുള്ള മാസാന്തര പെൻഷൻ വിതരണം ചെയ്തു. ചാരിറ്റി സെൽ ട്രഷറർ ടിപ്പു ആറ്റുപുറം വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഷിബു കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. 9 പേർക്കാണ് പെൻഷൻ നൽകിയത്. അബ്ദുൾ ജലീൽ കല്ലമ്പ്ര, മുരളി പൊലിയത്ത്, പ്രകാശൻ, ഷക്കീർ വക്കത്തി, അനസ് കെ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പുരസ്കാര സമിതിയുടെ 2020 കലാപുരസ്കാരം നേടിയ ഉണ്ണി കല്ലൂരിനെയും ആധ്യാത്മിക കവി മലപ്പുറം ചിറവല്ലൂർ കോപ്പാശ്ശേരി താച്ചുനായർ സ്മരണ പുരസ്കാരം നേടിയ KM ഉണ്ണികൃഷ്ണനെയും മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്ര കലാസമിതി അംഗങ്ങൾ ആദരിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിലാണ് ക്ഷേത്രം കലാസമിതി അംഗങ്ങൾ കൂടിയായ ഇവരെ ആദരിച്ചത്. ക്ഷേത്രം ചെയർമാൻ P. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് MS. അശോകൻ അധ്യക്ഷത വഹിച്ചു. സുധീഷ് കണ്ടംപുള്ളി, P. നന്ദകുമാർ, പ്രജീഷ് കണ്ടംപുള്ളി, ഗോപി തയ്യിൽ എന്നിവർ പങ്കെടുത്തു. ഉണ്ണി കല്ലൂർ, KM ഉണ്ണികൃഷ്ണൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ അനാഥ ബാല്യങ്ങൾക്ക് ആശ്വാസമേകാൻ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് രംഗത്തിറങ്ങി. ആശ്രയമില്ലാത്ത കുട്ടികൾക്ക് ഈ വർഷത്തെ ശിശുദിന പരിപാടികളുടെ ഭാഗമായാണ് സഹായം എത്തിക്കുന്നത്. പുത്തനുടുപ്പും പുസ്തകങ്ങളും എന്ന പേരിൽ നടപ്പാക്കുന്ന പരിപാടി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. അൻസാർ SPC യൂണിറ്റിന്റെ പരിപാടിയിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ സലീൽ ഹസൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക ഷൈനി ഹംസയുടെ കയ്യിൽ നിന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷ് VS ഇവ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പുതിയ വസ്ത്രങ്ങളും അവശ്യ സാധനങ്ങളുമാണ് അനാഥരായ കുട്ടികൾക്ക് വേണ്ടി ശേഖരിക്കുന്നത്. യോഗത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അബൂബക്കർ, ശ്രീഷ്മ പൈനിയർ, കേഡറ്റുകളായ ഫഹദ് മഹമ്മൂദ്, ഷിഹാം ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടിയായ കലാസന്ധ്യ 2020 കുന്നംകുളം സെന്റ് തോമസ് കുന്നത്തെ പള്ളിയിൽ അരങ്ങേറി. സഭാ പരമാധ്യക്ഷനും സഭാ സുവിശേഷ സംഘം പ്രസിഡന്റുമായ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സഭയിലെ വിദ്യാർത്ഥികളെ സുവിശേഷ സംഘം ആദരിച്ചു. ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ സ്വാഗതവും ഫാദർ സ്കറിയ ചീരൻ നന്ദിയും പറഞ്ഞു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സുവിശേഷ സംഘം കലാസന്ധ്യ സംഘാടക സമിതി നേതൃത്വം നൽകി. ഹക്കിക്കാവ് ഗാന്ധിനഗർ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ MBBS പഠനം പൂർത്തിയാക്കുകയും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ MD പഠനത്തിന് അർഹത നേടുകയും ചെയ്ത ഡോക്ടർ അഖിൽ C. ജോണിനെ ആദരിച്ചു. അക്കിക്കാവ് ഗാന്ധിനഗറിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ വാർഡ് മെമ്പർമാരായ കവിത, രുജിത് എന്നിവർ ഡോക്ടർ അഖിലിനെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. വർഗീസ് എടക്കളത്തൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജെസി ടീച്ചർ, ബീന ടീച്ചർ, ജോർജുട്ടൻ, ഏലിയാസ് മാഷ്, തോമസ് ചാർലി, എൽദോ, ഇന്ദിര എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. CK ജോജു നന്ദി പറഞ്ഞു. തുടർന്ന് ഹണിബീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഘുഭക്ഷണ വിതരണവും ഉണ്ടായി. ഇസ്ലാമിക് സംഘടന ഓഫ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി KU അബ്ദുൾ ജലീൽ, ജനറൽ സെക്രട്ടറി MU അഫ്സൽ, ട്രഷറർ KK അഷ്റഫ് എന്നിവരെയാണ് യോഗം തെരഞ്ഞെടുത്തത്. ജില്ലാ വയോക്ഷേമ കോൾ സെന്ററിന്റെ കരുതൽ തുണയായി ഭിന്നശേഷിക്കാരനായ രാജനും കുടുംബത്തിനും കട്ടിൽ നൽകി ലയൺസ് ക്ലബ്ബ് അഗ്രിസിറ്റി. പാടൂക്കാട് കുമ്പാരൻ വീട്ടിൽ ഭിന്നശേഷിക്കാരനായ 68 വയസ്സുള്ള രാജൻ, ഭാര്യ 64 വയസ്സുള്ള അമ്മിണി എന്നിവർക്കാണ് ക്ലബ്ബ് കട്ടിൽ നൽകിയത്. വീൽചെയറിന്റെ സഹായത്തോടെ മാത്രം സഞ്ചരിക്കുന്ന രാജന് വിശ്രമിക്കാൻ ഒരു കട്ടിൽ ഇല്ലെന്നും അത് ലഭിച്ചാൽ ഏറെ ഉപകാരപ്പെടുമെന്നും വയോക്ഷേമ കോൾ സെന്ററിലെ വോളണ്ടിയർമാരെ അറിയിച്ചിരുന്നു. ഇവർ വഴിയാണ് ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ വിവരമറിഞ്ഞത്. ലയൺസ് ക്ലബ്ബ് മണ്ണുത്തി അഗ്രിസിറ്റി ബോർഡ് മെമ്പറും മണ്ണുത്തി വെറ്റിനറി കോളേജ് അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ TS രാജീവ്, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോജു ആൻഡ്രൂസ്, സെക്രട്ടറി സുരേന്ദ്രനാഥ്, PV
റീജിയണൽ ചെയർപേഴ്സൺ ആന്റോ വി മാത്യു, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി പ്രശാന്ത് മേനോൻ എന്നിവർ ചേർന്ന് രാജന്റെ വീട്ടിൽ കട്ടിൽ എത്തിച്ചു നൽകി. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ.പി. സജീവ്, സാമൂഹ്യനീതി വകുപ്പ് ടെക്നിക്കൽ അസിസ്റ്റന്റ് മാർഷൽ സി. രാധാകൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വിപണി. സാധാരണക്കാരന് സഹായഹസ്തവുമായി കുന്നംകുളത്ത് ജനസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിലുള്ള ഖാദി ഭവനു സമീപം പനക്കൽ ട്രേഡ് സെന്ററിലെ 2ാം നിലയിലാണ് ജനസേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ മിനി മോൺസി, പി.കെ. ബിനീഷ്, ഉടമ റിച്ചാർഡ് വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ കുന്നംകുളത്തെ RSRV MG സ്കൂളിലെ തെരഞ്ഞെടുത്ത 10 വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്കുള്ള മാതൃഭൂമി പത്രത്തിന്റെ സൗജന്യ വിതരണ ഉദ്ഘാടനവും നടന്നു. പഞ്ചായത്ത്, വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, പാസ്പോർട്ട് സേവനങ്ങൾ, വോട്ടർ ID, പാൻ കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള സേവനവും ഉൾപ്പെടെ വൈവിധ്യങ്ങളായ സേവനങ്ങളാണ് ജനസേവന കേന്ദ്രത്തിലൂടെ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നത്. കടവലൂർ പഞ്ചായത്തിലെ പുത്തൻകുളം പാടം റോഡിന് സമീപം താമസിക്കുന്ന 100ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് പരാതി. കുടിവെള്ളം എത്തിച്ചിരുന്ന ജനകീയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ അക്കിക്കാവ്, കടങ്ങോട്, എരുമപ്പെട്ടി ഹൈടെക് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയിരുന്നു. ഇതേ തുടർന്ന് 1 മാസം മുൻപ് നിലച്ച കുടിവെള്ള വിതരണം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്തേക്ക് അക്കിക്കാവിൽ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിൽ നിന്നാണ് കുടിവെള്ളം എത്തിയിരുന്നത്. റോഡ് പണിയുടെ ഭാഗമായി പൈപ്പുകൾ പൊളിച്ചു നീക്കേണ്ടി വന്നപ്പോൾ കുടിവെള്ളം എത്തിക്കാനുള്ള മറ്റു വഴികൾ സ്വീകരിക്കാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. താൽക്കാലിക പൈപ്പുകൾ സ്ഥാപിച്ച് കുറച്ചു ദിവസം വെള്ളം എത്തിച്ചെങ്കിലും പിന്നീട് അതും നിലച്ചു. ഈ പ്രദേശത്തെ പല വീടുകൾക്കും സ്വന്തമായി കിണറുകളില്ല. മറ്റുള്ളവരുടെ കിണറുകളിൽ നിന്നും എത്തിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ വീട്ടുകാർ ആശ്രയിക്കുന്നത്. വെള്ളറക്കാട് വില്ലേജ് പരിസരം നിള കുടിവെള്ള പദ്ധതിയുടെ നേതൃത്വത്തിൽ വെള്ളത്തേരി വാർഡ് മെമ്പറും കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജലീൽ ആദൂരിനെ ആദരിച്ചു. കുടിവെള്ള കമ്മിറ്റി ചെയർമാൻ OA മൊയ്തുണ്ണി, തറയിൽ മുസ്തഫ, ഷെബീർ VK തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നവമാധ്യമ കാഴ്ച. പച്ചക്കറി വാഹനങ്ങൾ വീട്ടുപടിക്കലെത്തുമ്പോൾ പലപ്പോഴും പച്ചക്കറി വില കേട്ടാണ് ഞെട്ടാറുള്ളത്. ഇതിപ്പോ വാഹനം കണ്ട് അതിശയോക്തിയായി നിൽക്കേണ്ട അവസ്ഥയാണ്. ജലവാഹനങ്ങൾ കരയിലും സ്ഥാനം പിടിച്ചു തുടങ്ങി. കിഴൂരിൽ നിന്ന് ഗഫൂർ നൽകിയ ദൃശ്യം. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4840 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4830 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. കേച്ചേരി പെരുമണ്ണ ചുള്ളിയിൽ വീട്ടിൽ ഗോവിന്ദൻ എഴുത്തച്ഛന്റെ മകൻ C. പത്മനാഭൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് റിട്ടയേർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് പരേതൻ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് മുൻ പ്രസിഡന്റ്, കേച്ചേരി ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സരസ്വതിയാണ് ഭാര്യ. ഹരിദാസ്, ലത എന്നിവർ മക്കളാണ്. സംസ്കാരം പെരുമണ്ണിലെ വീട്ടുവളപ്പിൽ നടത്തി.
മറ്റം കണ്ണനായ്ക്കൽ ഫ്രാൻസിസ് ഭാര്യ റോസ നിര്യാതയായി 81 വയസ്സായിരുന്നു. സംസ്കാരം സെന്റ് തോമസ് പൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ഗുരുവായൂർ തിരുവെങ്കിടം പഴൂർ പരേതനായ നാരായണൻ നായരുടെ മകൻ ഹരിദാസൻ നിര്യാതനായി 55 വയസ്സായിരുന്നു. വിമുക്ത ഭടനാണ്. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. മനയത്ത് സരസ്വതിയമ്മയാണ് മാതാവ്. സുനിത ഭാര്യയാണ്. സൂരജ്, രോഷ്നി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി 1 മാസം. മുന്നണികൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക്. കുന്നംകുളത്ത് ബിജെപിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. LDF പട്ടിക വൈകില്ല. UDFിലും ധാരണയാകുന്നു. പുന്നയൂർകുളത്ത് പ്രമുഖരായ 3 മുസ്ലിം ലീഗ് നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച CPMൽ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. തൃശൂർ ജില്ലയിൽ ആകെ പോളിംഗ് ബൂത്തുകൾ 3331. ഇതിൽ 26 ബൂത്തുകൾ പുതിയതായി രൂപീകരിച്ചവ. പുന്നയൂരിലും പുന്നയൂർകുളത്തും നിയന്ത്രണങ്ങൾ ലംഘിച്ച് വോട്ടിംഗിനായുള്ള ഹിയറിംഗ് നടപടിക്രമങ്ങൾ. ചാവക്കാട് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ ഡിവൈഎഫ്ഐ STPI സംഘർഷം. ഡിവൈഎഫ്ഐ പ്രവർത്തകന് കുത്തേറ്റു. 6 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും 5 STPI പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്ക്. സംസ്ഥാനത്ത് കോവിഡിൽ ആശ്വാസം. രോഗികളുടെ എണ്ണം കുറയുന്നു. തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 3593 പേർക്ക്. 5983 പേർക്ക് രോഗമുക്തി. തൃശൂർ ജില്ലയിൽ 430 പേർക്ക് കൂടി കോവിഡ്. 904 പേർ രോഗമുക്തരായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTVonline.tv സന്ദർശിക്കുക. നമസ്കാരം.